അങ്ങനെ യേശുക്രിസ്തു ജനിച്ചു. 30 വർഷക്കാലം അവന്റെ അമ്മ മറിയോടും വളർത്തപ്പൻ യോസഫിനോടും കൂടെ ആ കുടിൽ അടങ്ങി പാർത്ത് തച്ചന്റെ പണി ചെയ്ത് ജീവിക്കുമ്പോൾ തന്നെ അവന്റെ അമ്മ മറിയ വേറെ 6 മക്കളെ പ്രസവിച്ചിരുന്നു. യോസഫിന് പ്രസവിച്ചു കൊടുത്തിരുന്നു. അവരുടെ പേര് യോസെ, യൂദ, ശിമിയോൻ, യാക്കോബ്. 2 സഹോദരിമാര്, ഒരുപക്ഷെ 2 സഹോദരിമാരിൽ അധികവും കണ്ടേക്കാം. അവിടെ ഇങ്ങനെ പറഞ്ഞ അവന്റെ സഹോദരിമാരും നമ്മളുടെ കൂടെ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഓ 2-ലധികമോ കാണാം. അവരെല്ലാം യേശുക്രിസ്തു ജ്യേഷ്ഠാവകാശത്തിൽ നിന്ന് നമ്മൾ ഒരുവനെ പോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കുടുംബത്തെ പുലർത്തി. എന്താണെന്നറിയാമോ? നമ്മൾ ഒരുവനെ പോലെ അവൻ ജീവിക്കേണ്ടത് ആവശ്യമായിരുന്നു. അവനെ പറ്റി യെശയ്യാവ് പറയുന്നു, അവൻ സാക്ഷാൽ നമ്മുടെ ഭാരങ്ങളെ ചുമന്നിരിക്കുന്നു. പ്രിയപ്പെട്ട, നമ്മുടെ വേദനകളെ അവൻ വഹിച്ചിരിക്കുന്നു. നമ്മുടെ വേദനകളെ, ഹൃദയ വിചാരങ്ങളെ അവൻ അറിയാം. അങ്ങനെ അവൻ കഠിനമായിരിക്കുന്ന ആ അസാധാരണമായിരിക്കുന്ന അനുഭവത്തിൽ കൂടെ കടന്നുപോയി. എന്നാൽ നോക്കുവിന് 30 വർഷത്തിന് ശേഷം ഒരു യഹൂദൻ അമ്മയപ്പന്മാരെ ഇനി അനുസരിക്കേണ്ടതായിട്ടില്ല. 30 വർഷം വരെ, എന്താണ്, വയസ്സ് വരെ ഒരു യഹൂദ പുരുഷന് അമ്മയപ്പന്മാരെ അനുസരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട് അവൻ കടന്നുപോയത് വഴി അവനെ കല്ലെറിയുവാൻ പോലും മൂപ്പന്മാർക്ക് അധികാരമുണ്ട്. എന്നാൽ 30 വർഷത്തിന് ശേഷം അവന്റെ അമ്മ മറിയയുടെ ഭവനത്തെ അവൻ വിട്ടുകളയോ. ആ മറിയയുടെ മക്കളായിരിക്കുന്ന മറ്റേ 4 പേരും, ആ ആമ്പിള്ളാരും അവന്റെ വളർത്തപ്പനായിരിക്കുന്ന യോസഫ് അവനെ പുറത്താക്കുകയോ ചെയ്തു. ഇവൻ ഭ്രാന്തനാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് അവന്റെ കൂടപ്പിറപ്പുകൾ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ വീട്ടിൽ അവന്റെ അമ്മയുടെ മറ്റു സന്തതികൾക്ക് കർത്താവിന് ഇഷ്ടമല്ലായിരുന്നു നമുക്ക് തെളിവായിട്ട് വരുന്നു.